ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് യൂണിറ്റ് 11 പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ കിങ് മിഡാസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിഡാസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചുള്ള സ്റ്റോറി നമുക്ക് വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പേജ് നമ്പർ 52 എടുത്തു കഴിഞ്ഞെങ്കിൽ സ്റ്റോറി തുടങ്ങാം. 52 എടുത്തില്ലേ? അപ്പോൾ കിങ് മിഡാസ് വാസ് എ വെരി റിച്ച് ആൻഡ് പവർഫുൾ കിങ്. He had so much of gold that he needed several rooms to store them. Every night he would open his treasure chest and count the gold he had. He was a great miser and wouldn't give anyone even a little bit of his wealth. He loved gold, and the more he had, the more greedy he became. കിങ് മിഡാസ് എന്ന് പറയുന്ന രാജാവ് വളരെ ധനികനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഗോൾഡും മറ്റ് അമൂല്യമായ നിധികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസവും രാത്രി ഇദ്ദേഹം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്വർണം എണ്ണി നോക്കാനായിട്ട് പോകും. എവറി നൈറ്റ് ഹി വുഡ് ഓപ്പൺ ഹിസ് ട്രഷർ ചെസ്റ്റ് ആൻഡ് കൗണ്ട് ദ ഗോൾഡ് ഹി ഹാഡ്. എത്ര സ്വർണ്ണ നാണയങ്ങളുണ്ട്, സ്വർണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണി നോക്കുമായിരുന്നു. ഹി വാസ് ഗ്രേറ്റ് മൈസർ ആൻഡ് വുഡ്ന്റ് ഗിവ് എനിവൺ ഈവൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ് വെൽത്ത്. അദ്ദേഹം വളരെ അത്യാഗ്രഹിയാണ്, ഭയങ്കര പിശുക്കനും കൂടെയാണ്. ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെൽത്ത് കൊണ്ട് ഉപകാരം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറില്ല. ഒരു തരി പോലും ആർക്കും കൊടുക്കില്ല. ഹി ലവ്ഡ് ഗോൾഡ് ആൻഡ് the more he had. അദ്ദേഹത്തിനുള്ള സ്വർണത്തെയാണ് അദ്ദേഹം സ്നേഹിച്ചുകൊണ്ടിരുന്നത്. the more greedy he became. അദ്ദേഹം പോകെ വളരെ ഗ്രീഡിയായി, അത്യാഗ്രഹിയായി വളർന്നുകൊണ്ടിരുന്നു. however, there was one thing he loved more than even gold. പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഗോൾഡിനേക്കാളും സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ട് കേട്ടോ, മറ്റൊന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മകളാണ്. and that was his daughter. The princess was a beautiful little girl with white skin. Okay. Whiter than snow and lips redder than a rose. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മകൾ എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ രാജകുമാരിയാണ്. അവളുടെ സ്കിന്ന് കാണാൻ വൈറ്റർ ദാൻ സ്നോ, ഒരു മഞ്ഞിനേക്കാൾ വെളുത്തതാണ് അവളുടെ സ്കിൻ. മാത്രമല്ല റോസാപ്പൂവിനേക്കാൾ ചുവന്നതാണ് അവളുടെ ചുണ്ടുകൾ. She had golden hair which shone brighter than the sun, and her eyes were a deep blue, bluer than the sea or sky. അവളുടെ മുടികൾ വളരെ സ്വർണ്ണ നിറമുള്ളതാണ്. അത് കാണാൻ എങ്ങനെ ഇരിക്കും? വളരെ തിളങ്ങുന്ന ബ്രൈറ്റർ ആയിട്ടുള്ളതാണ്. അത് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നതാണ്. ആൻഡ് ഹെർ ഐസ് വർ എ ഡീപ്പ് ബ്ലൂ. അവരുടെ ഐസ് എങ്ങനെയുള്ളതാണ്? വളരെ ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ളതാണ്. അത് കടലിനേക്കാളും അല്ലെങ്കിൽ ആകാശത്തെക്കാളും ഒക്കെ നീല കലർന്നതാണ്. ഷി വാസ് എ കൈൻഡ് ആൻഡ് ചിയർഫുൾ ഗേൾ. അവർ വളരെ കൈൻഡ് ആയിട്ടുള്ള ചിയർഫുൾ ആയിട്ടുള്ള ഗേളാണ്. ഹു ലവ്ഡ് ദ ബേർഡ്സ്, അനിമൽസ് ആൻഡ് ഫ്ലവേഴ്സ്. She would run about in the garden, play with the rabbits and the kittens. അപ്പോൾ അവൾ എങ്ങനെയുള്ളതായിരുന്നു? ഷി വാസ് കൈൻഡ് ആൻഡ് ചിയർഫുൾ. വളരെ കൈൻഡ് ആയിട്ടുള്ള ചിയർഫുൾ ആയിട്ടുള്ള ഗേളാണ്. മാത്രമല്ല ഹു ലവ്ഡ് ദ ബേർഡ്സ്, പക്ഷികളെ സ്നേഹിക്കുന്ന, മൃഗങ്ങളെ സ്നേഹിക്കുന്ന, പൂക്കളെ സ്നേഹിക്കുന്ന കുട്ടിയായിരുന്നു. ഷി വുഡ് റൺ അബൌട്ട് ഇൻ ദ ഗാർഡൻ, പ്ലേ വിത്ത് ദ റാബിറ്റ്സ് ആൻഡ് ദ കിറ്റൻസ്. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? മുറ്റത്തൊക്കെ ഓടിക്കളിക്കും, ഗാർഡനിലൊക്കെ കളിക്കുമായിരുന്നു. ആൻഡ് മുയൽക്കുട്ടികളുടെ കൂടെയും പൂച്ചക്കുട്ടികളുടെ കൂടെയും ഒക്കെ അവൾ കളിക്കുമായിരുന്നു. ഷീ വുഡ് മേക്ക് garlands out of the flowers and laugh at the butterflies. She never hurt anybody or anything. അവൾ പൂക്കളുടെ കൂടെ കളിച്ചുകൊണ്ട് പൂമ്പാറ്റകളെ വരവേറ്റുകൊണ്ട് അവരോട് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ ഒന്നിനെയും ഉപദ്രവിക്കാത്ത, ഹേർട്ട് ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. The king adored her. അദ്ദേഹം അവളെ വളരെയധികം സ്നേഹിച്ച് വളർത്തുകയായിരുന്നു. ഷി വാസ് ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന കുഞ്ഞാണ് ആര്? ഈ പറയുന്ന പ്രിൻസസ്. വൺ നൈറ്റ് ദ കിങ് ഹാഡ് എ ഡ്രീം. ഗോഡ് അപ്പിയർഡ് ബിഫോർ ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാണ്ടഡ് ആസ് എ ബൂൺ. അങ്ങനെ ഒരു ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ സ്വപ്നദൃഷ്ടിയിൽ ദൈവം വരികയും ദൈവം അവനോട് ചോദിക്കുകയുണ്ടായി, രാജാവിനോട്, നിനക്കെന്താണ് എൻ്റെ കയ്യിൽ നിന്നും വരമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു. എവറിത്തിങ് ഐ ടച്ച് ഷുഡ് ടേൺ ഇൻ ടു ഗോൾഡ് ക്രൈഡ് ദ ഗ്രീഡി കിങ്. അദ്ദേഹത്തിൻ്റെ അത്യാഗ്രഹം കാരണം അദ്ദേഹം ചോദിച്ചത്, ഞാൻ എന്ത് തൊട്ടാലും അതൊക്കെ സ്വർണ്ണമാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോഡ് സ്മൈൽ, സോ ബീ ഇറ്റ്, ഹി സെഡ് ആൻഡ് വാനിഷ്ഡ്. എന്നാൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ദൈവം അപ്രത്യക്ഷയായി. The king woke up on the next day, excited, threw away the quilt and sat at the foot of the bed, thinking. Suddenly he noticed that quilt had turned to gold. അപ്പോൾ അദ്ദേഹം രാവിലെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കാൻ വന്നത്? എനിക്ക് വരം കിട്ടിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ എന്ത് തൊട്ടാലും എന്താവും? സ്വർണ്ണമാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എഴുതാനുള്ള ക്വിൽട്ട് എടുത്തു. ആൻഡ് സാറ്റ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ബെഡിൻ്റെ താഴെ ഇരുന്ന് എന്ത് ചെയ്തു? തിങ്ക് ചെയ്യുകയായിരുന്നു. സഡൻലി ഹി നോട്ടീസ്ഡ് ദാറ്റ് ദ ക്വിൽട്ട് ഹാഡ് ടേൺഡ് ടു ഗോൾഡ്. ആ എഴുത്ത ഇതുണ്ടല്ലോ,
ക്വിൽട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന തൂവൽ കൊണ്ടുള്ള പേനയാണ് ക്വിൽട്ട്. ഈ ക്വിൽട്ട് എന്തായിട്ടുണ്ട്? സ്വർണമായി മാറിയിട്ടുണ്ട്. The dream is true, he shouted. അദ്ദേഹം അലറി. ആ സത്യമായി, എന്താണ് എൻ്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ അദ്ദേഹം അലറി. He ran about touching everything and everything turned to gold. അദ്ദേഹം ഓടി ഓടി ഓരോന്നും തൊട്ടു, അതൊക്കെ എന്തായി? സ്വർണമായി മാറി. At last tired but happy. At last അയാൾ വളരെ ക്ഷീണിതനായി, സന്തോഷത്തിലാണ് പക്ഷെ ക്ഷീണിതനായി. He went into the dining room and sat at the head of the table. അദ്ദേഹം എന്ത് ചെയ്തു? He went into the dining room. അദ്ദേഹം ഡൈനിങ് റൂമിലേക്ക് കടന്നു ചെന്നു. and sat at the head of the table. ആ ടേബിളിൻ്റെ ഹെഡിൻ്റെ അവിടെയായിട്ട് ഇരുന്നു, ടേബിളിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഇരുന്നു. The servants placed all kinds of food before him. He stretched out his hand to take some grapes. Lo, they turned into gold. The king was dismayed. He picked up a piece of cake. The same thing happened. Even the glass of water turned into solid gold. The king couldn't eat a thing. എന്താണ് സംഭവിച്ചത്? വളരെ ക്ഷീണിച്ച് കഴിക്കാനിരിക്കുമ്പോൾ സെർവൻസ് ഒരുപാട് വിധത്തിലുള്ള പലഹാരങ്ങൾ അവിടെ കൊണ്ട് നിർത്തി വെച്ചു. അദ്ദേഹം ഗ്രേപ്സ് എടുക്കാനായിട്ട് ആദ്യം തുനിഞ്ഞപ്പോൾ ഗ്രേപ്സ് എന്തായി മാറി? അതിൽ തൊട്ടതും സ്വർണമായി മാറി. സ്വർണ്ണ കട്ടിയായി മാറിയ ഗ്രേപ്സ് തിന്നാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം നിരാശനായി. എൻ്റെ ഈശ്വര, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നായി. ഹി പിക്ഡ് അപ്പ് എ പീസ് ഓഫ് കേക്ക്. ഒരു പീസ് കേക്ക് എടുത്തു, അതും എന്തായി? സ്വർണമായി മാറി. ഇവൻ ദ ഗ്ലാസ് ഓഫ് വാട്ടർ, അവസാനം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാമെന്ന് കരുതിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ വെള്ളം ഉറഞ്ഞ് ഗോൾഡായി മാറി. അതും കട്ടിയുള്ള സ്വർണമായി മാറുകയുണ്ടായി. ഗ്ലാസ് ഉൾപ്പെടെ അത് കട്ടിയുള്ള സ്വർണമായി മാറി. അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ സാധിച്ചില്ല. By now the king was sick of gold. അദ്ദേഹം ഇപ്പോൾ സ്വർണ്ണ രോഗിയായി മാറി. He realized how foolish and greedy he had been. ഞാൻ എത്ര മണ്ടനാണ്, അത്യാഗ്രഹം കാരണം ഞാൻ എത്ര മണ്ടനായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുകയാണ്. He couldn't eat, he couldn't drink, and he watched hungrily as the others ate and drank. അദ്ദേഹം മറ്റുള്ളവർ കഴിക്കുമ്പോൾ വളരെ ആർത്തിയോടെ അവരെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് രാജാവിന്. എല്ലാവരും കഴിക്കുന്നു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടത്തോടെ അദ്ദേഹം അത് നോക്കി നിൽക്കുകയാണ്. ഹി വാസ് റെഡി ടു എക്സ്ചേഞ്ച് ഓൾ ഹിസ് ഗോൾഡ് ഫോർ എ സ്ലൈസ് ഓഫ് ബ്രെഡ് ഓർ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അദ്ദേഹം ഇന്ന് എന്തിനു തയ്യാറാണ്? എൻ്റെ മുഴുവൻ സ്വർണ്ണങ്ങളും ആർക്ക് വേണമെങ്കിലും നൽകാം, പക്ഷെ എനിക്കൊരു കഷ്ണം ബ്രെഡും ഒരു ഗ്ലാസ് വെള്ളവുമെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ജസ്റ്റ് ദെൻ ദ പ്രിൻസസ് റാൻ ഇൻ ടു ദ റൂം. അപ്പോഴാണ് ഉടനെ അദ്ദേഹത്തിൻ്റെ മകൾ രാജകുമാരി ആ റൂമിലേക്ക് ഓടി വന്നത്. ലാഫിങ്, ചിരിച്ചുകൊണ്ടാണ് അവൾ കടന്നത്. ഷീ ഹാഡ് എ ബഞ്ച് ഓഫ് ദ മോസ്റ്റ് ലവ്ലി റോസസ് ഇൻ ഹെർ ഹാൻഡ്. അപ്പോൾ അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ബഞ്ച് ഓഫ് റോസസ് ഉണ്ടായിരുന്നു, ഒരു കെട്ട് റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. അത് അച്ഛനെ കൊടുക്കാനാണ്. ഫാദർ, ലുക്ക് അറ്റ് ദീസ് റോസസ്, ഷീ ക്രൈഡ് ആസ് ഷീ റാൻ ടുവേർഡ്സ് ദ കിങ്. അടുത്ത് വന്നിട്ട് അവൾ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സന്തോഷത്തോടെ, നോക്കൂ അച്ഛാ, എൻ്റെ കയ്യിലുള്ള പൂക്കളെ നോക്കൂ എന്ന് പറഞ്ഞു. ദ കിങ്സ് ഐസ് lit up when he saw his daughter and he hugged her. അദ്ദേഹം അവളെ കണ്ടപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അവളെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നിയിട്ട് ആനന്ദം കൊണ്ട്, അല്ലെങ്കിൽ സങ്കടവും ആനന്ദവും മിക്സ് ചെയ്ത് വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം മക്കളെ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. Do you know what happened? Yes, the princess turned to gold. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സംഭവിച്ചത് എത്രയേ ഉള്ളൂ? ആ പ്രിൻസസ്, രാജകുമാരി, അയാൾ അത്രയും സ്നേഹിക്കുന്ന രാജകുമാരി സ്വന്തം മകൾ എന്തായി മാറി? സ്വർണമായി മാറി. ഷീ ബിക്കെയിം സ്റ്റിൽ ആൻഡ് ലൈഫ്ലെസ്. ജീവനില്ലാത്ത ഒരു നിശ്ചലമായ പ്രതിമയായി, സ്വർണ്ണ പ്രതിമയായി അവൾ മാറി. The king looked at her in horror. കിങ് എന്ത് ചെയ്തു? വളരെ ദേഷ്യത്തോടെ നോക്കി. Oh Lord, he cried, broken hearted. അവരെ വളരെ ഹൊററായിട്ട്, വളരെ ദേഷ്യത്തോടെ കിങ് നോക്കുകയും, ഓ ലോർഡ്, ഹി ക്രൈഡ്, വളരെ ദേഷ്യത്തോടെ അലറി. എന്ത് പറഞ്ഞു? ഓ ലോർഡ്, ദൈവമേ, ബ്രോക്കൺ ഹേർട്ടഡ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയി. ടേക്ക് ബാക്ക് യുവർ ബ്രൂൺ ആൻഡ് ഗിവ് മീ ബാക്ക് മൈ ഡോട്ടർ. എനിക്ക് നിങ്ങളുടെ വരവൊക്കെ എടുത്തിട്ട് പോയിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ തരൂ എന്ന് പറഞ്ഞു. ഹി ത്രൂ ഡൗൺ ഹിസ് ക്രൗൺ. അദ്ദേഹത്തിൻ്റെ രാജകിരീടം അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഹി sword and all the jewels he wore and wept like a child. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും മറ്റുമൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ കരയുന്നത് പോലെ അലറി കരഞ്ഞുകൊണ്ടിരുന്നു, കണ്ണു തുടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. God appeared before him again and said, Arise, foolish king, give your wealth to the poor. അപ്പോൾ God appeared before him again and said, അപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുകയുണ്ടായി, Arise, foolish king, മണ്ഡനായ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത രാജാവേ, നീ എന്ത് ചെയ്യണം? നിന്റെ കയ്യിലുള്ള ധനം അത്രയും, നീ ഉണ്ടാക്കി വെച്ച ധനം അത്രയും പാവങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞു. യു വിൽ ഗെറ്റ് യുവർ ഡോട്ടർ ബാക്ക്. അങ്ങനെ ചെയ്താൽ നിനക്ക്
നിന്റെ കുട്ടിയെ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു. The king did as he was told and was delighted to see his daughter running towards him alive. അങ്ങനെ ദൈവം എന്ത് പറഞ്ഞു അത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്, എന്തിനാണ് തയ്യാറാവുന്നത്? എൻ്റെ കുഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്ന, ജീവനോട് ഓടി വരുന്നത് കാണാനുള്ള ഇതിലാണ്, സന്തോഷത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്, അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തിൽ. He found he could eat and drink as much as he wanted. മാത്രമല്ല എനിക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. From then on he ruled his kingdom wisely and well. അങ്ങനെ അദ്ദേഹം പാവങ്ങൾക്ക് അതെല്ലാം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് മതിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുകയും അദ്ദേഹത്തിൻ്റെ മകൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ജീവനോട് ഓടി വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ രാജനീതി അനുസരിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. കിങ്ഡം വളരെ വൈസായിട്ട് അദ്ദേഹം ചെയ്തു തീർത്തു. വളരെ നല്ല രീതിയിൽ രാജഭരണം കാഴ്ചവെക്കുകയും പ്രജകൾക്ക് വേണ്ടി ജീവിക്കുകയും അദ്ദേഹം ചെയ്തു എന്നതാണ് ഈ കഥയുടെ സാരം. ഓക്കെ, കഥ വായിക്കുക, വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക, മറക്കണ്ട. ടാറ്റ.